6 മാസം കൊണ്ട് ഏകദേശം 50,000 കിലോമീറ്റർ എൻ്റെ ഇലക്ട്രിക് കാർ ഡ്രൈവ് ചെയ്തിട്ടും ഇന്നേ വരെ എനിക്ക് ചാർജിങ് ആൻസൈറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഈ യാത്രയിൽ ചാർജിങ് ആൻസൈറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഗോവയിൽ നിന്ന് പൂനെക്ക് പോകുമ്പോഴായിരുന്നു ആക്ച്വൽ റോഡിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് ഒരു ഫോറസ്റ്റ് റോഡിൽ പോകേണ്ടി വന്നത്. കംപ്ലീറ്റ്ലി ഗൂഗിൾ മാപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തപ്പെട്ടത്. റോഡും കാടും ക്ലൈമറ്റും ഒക്കെ ആയിട്ട് അടിപൊളി യാത്ര. ഗോവയിൽ നിന്ന് തിരിച്ചപ്പോൾ നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷന് 250 കിലോമീറ്റേഴ്സ് പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വഴി തെറ്റി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. 1-2 ഹെയർ പിൻ ബെൻഡുകളും കയറ്റങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ റേഞ്ചിന്റെ കാര്യത്തിൽ തീരുമാനമായി. ആദ്യം നോക്കിയിരുന്നപ്പോൾ വെറും 66 കിലോമീറ്റർ ഓടിയാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിൽ 90 കിലോമീറ്റർ റേഞ്ചും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ചാർജ് വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. ഒരു പരിചയമില്ലാത്ത ദേശം, ഭാഷ, ആളുകൾ നല്ല ടെൻഷൻ ആവാൻ തുടങ്ങി. ഇൻ കേസ് എവിടെയെങ്കിലും നിന്ന് പോയാൽ എന്താ ചെയ്യുക? വല്ല പെട്രോളോ ഡീസലോ ആണെങ്കിൽ പോയി വല്ല കുപ്പിയിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതാം. പിന്നീട് അങ്ങോട്ട് എനിക്കുണ്ടായതാണ് ചാർജിങ് ആൻസൈറ്റി. കണ്ണ് മാപ്പിലും കാറിന്റെ ചാർജിലും മാത്രമായിട്ട് ഒതുങ്ങി. എനിക്ക് വന്ന ചില കോളുകൾ പോലും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ കയറിയ കയറ്റങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതോടെ കഥയെല്ലാം മാറി. റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ബാറ്ററി വീണ്ടും ചാർജായി. 6% എൻ്റെ ബാറ്ററി മല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 14%. സേഫായിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിലും എത്തി. പക്ഷേ ഈ ചെറിയ സമയം കൊണ്ട് ചാർജിങ് ആൻസൈറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.